ഇന്ന് ടിഫിൻ കൊണ്ടുപോകേണ്ട ദിവസമാണ്. അപ്പോൾ പിന്നെ ഇന്ന് പൊതിച്ചോറാക്കാമെന്ന് വെച്ചു. വല്ലപ്പോഴൊക്കെ ഞാൻ പൊതിച്ചോറ് എടുക്കാറുണ്ട്. പണ്ടത്തെ ഓർമ്മയിൽ എൻ്റെ പൊതിച്ചോറ് വളരെ നിസ്സാരമാണ്. നല്ല ചൂട് ചോറിലേക്ക് കുറച്ച് തൈരും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കും. എന്നിട്ട് ഞാനത് നന്നായിട്ടൊന്ന് ഒതുക്കി ഇതുപോലെ നന്നായിട്ട് ഒതുക്കി അമർത്തി വെച്ചതിന് ശേഷം അതിലേക്ക് കറികൾ ഞാൻ ചേർക്കാറുള്ളൂ. കറികൾ ഒരുപാടൊന്നുമില്ല. മെയിൻ ഐറ്റം ഇതാണ്, ഉള്ളി മൂപ്പിച്ചത്. ഇതിൻ്റെ വീഡിയോ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പമാണ്. അടുത്ത വിഭവം കൊണ്ടാട്ടമുളകാണ്. ഇത് മുഴുവൻ എനിക്ക് തിന്നാനല്ല കേട്ടോ, ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യും. എൻ്റെ കൂട്ടുകാരെ എപ്പോഴും അന്വേഷിക്കുന്ന 2 വിഭവങ്ങളാണ് ഈ ഉള്ളി മൂപ്പിച്ചതും കൊണ്ടാട്ടമുളകും. പിന്നെ കുറച്ച് പാവയ്ക്ക് മെഴുക്കുവരട്ടിയാണ് ഇന്നത്തത്. ഈ മെഴുക്കുവരട്ടികൾ മാറി മാറി വരും. പക്ഷെ ഈ 2 ഐറ്റംസ്, മുളകും ഉള്ളി മൂപ്പിച്ചതും സ്ഥിരം ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ഒരു അച്ചാറും. ഇന്നിപ്പോൾ കരിനെല്ലിക്ക അച്ചാറാണ്. ഈ കരിനെല്ലിക്ക അച്ചാറിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ മെഴുക്കുവരട്ടിക്ക് പകരം മുട്ട പൊരിച്ചതായിരിക്കും. എന്നാൽ ഇറച്ചിക്കും മീനിനൊന്നും ഞാൻ പൊതിച്ചോറിൽ സ്ഥാനം കൊടുക്കാറില്ല. ഇത് ഞങ്ങൾ എൻ്റെ കൂട്ടുകാരും ഞാനും കൂടി ഷെയർ ചെയ്യും. എൻ്റെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എന്നും എടുക്കാൻ പറ്റാറില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഞാൻ പൊതിച്ചോറ് കൊണ്ടുപോകാറുണ്ട്. അതൊരു നൊസ്റ്റാൾജിയാണ്.